ഏലിയാവിന്റെ കാലശേഷം ആമേൻ പുതപ്പെടുത്ത് യോർദാനിലടിച്ച് യോർദാൻ പിളർന്ന് വന്ന് ആദ്യം യെരിഹോവിൽ വന്നിരിക്കുമ്പോൾ 3 ദിവസം ഏലിയാവിന്റെ ശരീരത്തെ ദൂതൻ എവിടെയെങ്കിലും കൊണ്ടിട്ടിരിക്കുമെന്ന് വിചാരിച്ച് ആമേൻ ഇവർ അന്വേഷിക്കാൻ പോയി. വേണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അന്വേഷിക്കാൻ പോയി. വെറും കൈയോടെ അവർ വന്നപ്പോൾ 3 ദിവസം കഴിഞ്ഞവൻ ഈ പട്ടണത്തിൽ ഇരിക്കുമ്പോൾ പട്ടണക്കാർ വന്ന് പ്രശ്നം പറയുകയാണ്. ഏലിയാവിൻ്റെ മേൽ വ്യാപരിച്ച അഭിഷേകത്താൽ യെരിഹോ പട്ടണത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഈ ഇരട്ടിപ്പങ്ക് അഭിഷേകമുള്ളവൻ ആ പട്ടണത്തിൽ വന്നപ്പോൾ പട്ടണം മാറി. അതേ ഒരു അഭിഷേകം ഇവിടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥകൾ മാറും, നമ്മുടെ നിലവാരങ്ങൾ മാറും, നമ്മുടെ ശാരീരിക നിലകൾ മാറും, നമ്മുടെ മാനസിക നിലവാരങ്ങൾ മാറും, നമ്മുടെ അവസ്ഥകൾ പുതുതാക്കപ്പെടും. ഇതുവരെയ്ക്കും കൊള്ളത്തില്ല, പ്രയോജനമില്ല, മരണം 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 എന്ന് പറഞ്ഞ അതേ യെരിഹോ ഇപ്പോൾ മരണമില്ല മരണമില്ല മരണമില്ല, ജീവൻ 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 എന്ന് പറയുവാൻ ആമേൻ ഈ അഭിഷേകത്താൽ പലപ്പോഴും പല പ്രാർത്ഥനയ്ക്കും നീ പോയി കാണും, അവിടെ ഒന്നും നിനക്ക് കിട്ടാത്തൊരു വിടുതൽ. ആമേൻ അവിടെയും മരണം. പല ഹോസ്പിറ്റലിൽ നീ പോയി മരണം 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 എന്നായിരിക്കാം റിസൾട്ട്. പക്ഷെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവ സാന്നിധ്യം ഇവിടെയുണ്ട്. ഈ അഭിഷേകം വെളിപ്പെട്ട് കഴിയുമ്പോൾ മരണം മരണം എന്ന് പറയുന്ന നിന്റെ ശരീരം ഇനി മരണമില്ല മരണമില്ല, ജീവൻ. മരണവും ഗർഭനാശവും മാത്രം ആമേൻ നിറഞ്ഞു നിന്നിരുന്ന യെരിഹോ പട്ടണത്തിൽ ഈ അഭിഷേകം വെളിപ്പെട്ടപ്പോൾ അത് മരണം മാറിയതുപോലെ, ഗർഭനാശം മാറിയതുപോലെ ഇന്ന് പകൽക്കാലം ഇവിടെ ദൈവത്തിന്റെ അഭിഷേക ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. അത് നിന്റെ ശരീരത്തിൽ വരട്ടെ, നിന്റെ ശരീരത്തിൽ വരട്ടെ, നിന്റെ ജീവിതത്തിൽ വരട്ടെ, നിന്റെ ആത്മാവിൽ വരട്ടെ. അത് വന്നു കഴിയുമ്പോൾ മരണം മാറും. നിന്റെ ശരീരത്തിൽ നിർജീവമായിരിക്കുന്ന ചില അവയവങ്ങൾ ജീവൻ പ്രാപിക്കും.